أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله الذي أنزل القرآن على عبده وأعطى الفرقان لقومه أشرق العالم بالإسلام وأنار القلوب بالإيمان رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ബഹുമാനാദരണീയരായ സഹോദരങ്ങളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മുടെ ഈ ഇരുത്തം അല്ലാഹു ഒരു സാലിഹായ സൽക്കർമ്മമായി സ്വീകരിക്കുമാറാവട്ടെ. ഇവിടെ സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കേട്ടതും പഠിച്ചതും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ വേണമെങ്കിൽ നമുക്ക് ആദ്യകാലം എന്ന് വിശദീകരിക്കുവാൻ കഴിയുന്ന രൂപത്തിൽ അള്ളാഹുവിന്റെ റസൂലിനോടൊപ്പമുള്ള റസൂലിന്റെ വഫാത്ത് വരെയുള്ള ജീവിതമായിരുന്നു. ഇന്ന് അതിൻ്റെ ഒരു അടുത്ത പാർട്ട് അതിനെക്കുറിച്ച് സംസാരിക്കാമെന്നാണ് വിചാരിക്കുന്നത്. ഒരുപക്ഷെ നമ്മൾ കേട്ടിട്ടുള്ള അബൂബക്കർ സിദ്ദീഖ്, ഖലീഫ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് നമ്മൾ കേട്ടിട്ടും പഠിച്ചിട്ടും ഒക്കെ ഉണ്ടാവും. ഖലീഫയായ ശേഷമുള്ള അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഖലീഫ എന്ന് പറയുന്ന പദം തന്നെ വിശാലമായ അർത്ഥത്തിലുള്ള ഒരു പദമാണ്. അതിനങ്ങനെ തന്നെയാണ് വിശുദ്ധ ഖുർആൻ പ്രയോഗിച്ചിട്ട് തന്നെയുള്ളത്. ആദം അലൈഹിസ്സലാത്തു വസ്സലാമയെ കുറിച്ച് വിശുദ്ധ ഖുർആൻ പറഞ്ഞത് ഭൂമിയിലേക്കുള്ള അള്ളാഹുവിന്റെ ഖലീഫയായി, ഇന്നി ജാഇലുൻ ഫിൽ അർദി ഖലീഫ, അള്ളാഹുവിന്റെ ഖലീഫയായി, പ്രതിനിധിയായിട്ട് ഞാൻ ആദമിനെ ഇതാ അയക്കുന്നു എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. വലിയ വിശാലമായ അർത്ഥമാണ് യഥാർത്ഥത്തിൽ ഖലീഫയ്ക്ക് ഉള്ളത്. നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാകാൻ വേണ്ടിയിട്ട് പ്രതിനിധി എന്നോ ഭരണാധികാരി എന്നോ പിന്തുടർച്ചക്കാരനൊക്കെ എന്നോ അർത്ഥം നമുക്ക് നൽകാൻ സാധിക്കും. അള്ളാഹുവിന്റെ റസൂലിന് ശേഷം ഇസ്ലാമിക സമാജത്തിൽ ഉണ്ടായിരുന്ന നേതൃത്വത്തെയാണ് ഖലീഫമാർ എന്ന് നമ്മൾ പറയാറുള്ളത്. എന്ന് മാത്രമല്ല, ഇസ്ലാമിക ഖിലാഫത്ത് എന്ന് പറഞ്ഞിട്ട് നമ്മൾ പല കാലഘട്ടത്തെ കുറിച്ച് പഠിച്ചിട്ടുണ്ടാവും. അതിൽ ഖുലഫാ റാഷിദുകളെ കുറിച്ച് പഠിച്ചിട്ടുണ്ടാകും, അമവി ഖിലാഫത്തിനെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ടാകും, ഉസ്മാനിയ ഖിലാഫത്തിനെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ടാകും. ഏറ്റവും ഒടുവിൽ ഇസ്ലാമിയ ഖിലാഫത്ത് ഇല്ലാതായി പോയ 23 അവസാനത്തിൽ 24 തുടക്കത്തിലാണ്, 1923 തുടക്കത്തിലൊക്കെ ആയിട്ടാണ് അവസാനത്തിലായിട്ടാണ് ഇസ്ലാമിയ ഖിലാഫത്ത് ഇല്ലാതാവുന്നത്. ഓട്ടോമൻ സൽത്തനത്ത് നിന്ന് നമ്മൾ സാധാരണ നമ്മുടെ ഹിസ്റ്ററി ടെക്സ്റ്റുകളിലൊക്കെ പഠിക്കാറുള്ള ഉസ്മാനിയ ഖിലാഫത്ത്, ഇങ്ങനെ ഇസ്ലാമിയ ഖിലാഫത്തിനെ കുറിച്ചിട്ട് നമ്മൾ മുസ്ലിം ഖിലാഫത്തിനെ കുറിച്ച് വ്യത്യസ്തമായ രൂപത്തിൽ നമ്മൾ പഠിക്കുകയും വായിക്കുകയും ചെയ്തിട്ടുണ്ടാവും. ഇതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഘട്ടമായിരുന്നു യഥാർത്ഥത്തിൽ ഖുലഫാ റാഷിദുകളുടെ ഘട്ടം എന്ന് പറയുന്നത്. മലയാളത്തിൽ നമുക്ക് സച്ചരിതരായ ഖലീഫമാർ എന്ന് നമുക്ക് ആ ഒരു ഘട്ടത്തെ കുറിച്ച് പറയാൻ പറ്റും. 4 ഖലീഫമാർ, അള്ളാഹുവിന്റെ റസൂലിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അനുയായികളായിട്ടുള്ള 4 പേർ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉമർ ബിൻ അൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു, അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു. ഇവർ 4 പേരടങ്ങുന്ന ഏറ്റവും പ്രബലമായ ഒരു ഖിലാഫത്തിന്റെ ഒരു ഘട്ടം, ഖിലാഫത്ത് റാഷിദ എന്നാണ് ആ ഘട്ടത്തെ വിശദീകരിക്കാറുള്ളത്. ഈ ഘട്ടത്തിലെ ഏറ്റവും തുടക്കത്തെ കുറിച്ചാണ് നമ്മൾ ഇന്ന് പഠിക്കുകയും കേൾക്കുകയും ചെയ്യാൻ പോകുന്നത്. ഇസ്ലാമിക ചരിത്രകാരന്മാർ ഇസ്ലാമിന്റെ വളർച്ചയെ അടയാളപ്പെടുത്തുന്ന സന്ദർഭത്തിൽ 2
സംഭവങ്ങളെ കുറിച്ച് പറയാറുള്ളത് അത് ഇസ്ലാമിന്റെ മുന്നോട്ട് പോക്കിൽ ഗതി നിർണയിച്ച രണ്ട് പ്രധാനപ്പെട്ട ഇൻസിഡന്റുകളായിരുന്നു എന്ന് പറയാറുണ്ട്. അതിലൊന്ന് ബദർ യുദ്ധത്തെ എടുത്തിട്ടാണ് ഇസ്ലാമിക ചരിത്രകാരന്മാർ അത് പറയാറുള്ളത്. കാരണം ബദറിന് മുമ്പും ശേഷവുമുള്ള ഇസ്ലാം അങ്ങനെയായിരുന്നു എന്നാണ് പറയുന്നത്. മറ്റൊരു സംഭവം ഇൻസിഡന്റ് രേഖപ്പെടുത്തിയിട്ടുള്ളത് അള്ളാഹുവിന്റെ റസൂലിന്റെ വഫാത്തിനെ കുറിച്ചിട്ടാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന് മുമ്പും ശേഷവും ഇസ്ലാമിന്റെ മുന്നോട്ട് പോക്കും വളർച്ചയും എപ്രകാരമായിരുന്നു എന്നുള്ളത് ബദറിനുണ്ടായിരുന്ന അതേ പ്രതിസന്ധിയും പ്രയാസങ്ങളും ഒക്കെ മറ്റൊരു സന്ദർഭത്തിൽ അള്ളാഹുവിന്റെ റസൂലിന്റെ വഫാത്ത് സംഭവിച്ച സന്ദർഭത്തിൽ ഉമ്മത്ത് മുസ്ലിമയ്ക്ക് വേറൊരു രൂപത്തിലുണ്ടായിരുന്നു എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ ഉമ്മത്ത് മുസ്ലിമ പ്രതിസന്ധിയിലായി പോയ ഒരു ഘട്ടം, രണ്ട് ഘട്ടങ്ങൾ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. പക്ഷെ അതിനുശേഷം അതിനെ അതിജീവിച്ചു വന്നത് അള്ളാഹുവിന്റെ മഹത്തായ സഹായം കൊണ്ട് എങ്ങനെയായിരുന്നു അതിനെ അതിജീവിച്ചു വന്നത് എന്നുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിനെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ടാവും. അള്ളാഹുവിന്റെ പ്രവാചകന്റെ വഫാത്തിനെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ നമ്മുടെ കണ്ണ് നിറഞ്ഞിട്ടല്ലാതെ നമുക്ക് ആ ചരിത്രം വായിക്കാനോ പഠിക്കാനോ കേൾക്കാനോ കഴിയുകയില്ല. കാരണം അത്രയും നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്നേഹം നമുക്കുണ്ട്. അത് ഏത് കാലഘട്ടത്തിലും ഉമ്മത്ത് മുസ്ലിമയിലെ ആര് വായിക്കുകയും പഠിക്കുകയും കേൾക്കുകയൊക്കെ ചെയ്താലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്ത് പറയുമ്പോൾ ആ ഒരു സന്ദർഭം വിവരിക്കുമ്പോൾ നമ്മൾ തന്നെ കരഞ്ഞു പോകും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് പനി ബാധിച്ച് കിടക്കുന്നുണ്ട്. പനി ബാധിച്ച് കിടക്കുന്ന സന്ദർഭത്തിൽ അള്ളാഹുവിന്റെ റസൂൽ 2-3 ദിവസം കലശലായ പനി. എന്ന് മാത്രമല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ബോധം പോകുന്ന രൂപത്തിലുള്ള പനി ബാധിക്കുന്നുണ്ട്. റസൂലിന് പകരം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ ഇമാമത്ത് നിർത്തി നമസ്കരിക്കുന്ന ഒരു സന്ദർഭമുണ്ട്. അങ്ങനെ അതിവേദനാജനകമായ ഒരു സന്ദർഭത്തിലൂടെ ഉമ്മത്ത് മുസ്ലിമെ ഇങ്ങനെ പോവുകയാണ്. അള്ളാഹുവിന്റെ റസൂൽ പനി ബാധിച്ച് ഹിജറ 11 റബീഉൽ അവ്വൽ 12-ന് ഒരു തിങ്കളാഴ്ച അള്ളാഹുവിലേക്ക് യാത്രയാവുന്നുണ്ട്. നമ്മൾ കേട്ടിട്ടുണ്ടാകും, വളരെ ധീരരും ശൂരരുമായ പല സ്വഹാബാക്കളുടെയും ആ സന്ദർഭത്തിലുള്ള അവസ്ഥ നമ്മൾ കേട്ടിട്ടുണ്ടാകും. എപ്രകാരമായിരുന്നു ആ സന്ദർഭത്തിൽ അവരൊക്കെ പ്രതികരിച്ചതെന്ന് നമ്മൾ കേട്ടിട്ടുണ്ടാവും. ആ ഒരു അവസ്ഥയെ കുറിച്ചിട്ട് അനസ് റളിയല്ലാഹു അൻഹു പറയുന്ന ഒരു ഹദീസ് ഉണ്ട്. അള്ളാഹുവിന്റെ റസൂൽ മദീനയിലേക്ക് വരുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. മദീനയിലേക്ക് അള്ളാഹുവിന്റെ റസൂൽ വരുന്നത് അപ്പോഴാണല്ലോ മറ്റേ പാട്ടുണ്ടായിരുന്നു, ത്വലഅൽ ബദ്റു അലൈന എന്ന് പറയുന്ന ബൈത്ത് ഉണ്ടായിരുന്നു. ആ ഒരു അവസ്ഥ ഞങ്ങൾ കണ്ടിട്ടുണ്ട്. ആ അവസ്ഥയെ കുറിച്ച് അനസ് റളിയല്ലാഹു അൻഹു പറയാണ്, അളാ മിൻഹാ കുല്ല ഷൈഇൻ, വലിയ പ്രകാശം ഞങ്ങളുടെ ചുറ്റും ഇങ്ങനെ പ്രഭചൊരിഞ്ഞു നിൽക്കുന്ന ഒരു അവസ്ഥയായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലേക്ക് വരുമ്പോൾ ഞങ്ങളുടെ അവസ്ഥ എന്ന് പറയുന്നു. ഇതേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായ ദിവസം ഞങ്ങളുടെ അവസ്ഥ അളലമ മിൻഹാ കുല്ല ഷൈ, മൊത്തത്തിൽ മദീന മൊത്തം ഇരുട്ട് ബാധിച്ചൊരു അവസ്ഥയായിരുന്നു. ഞങ്ങൾക്കൊന്നും പരസ്പരം കാണാൻ കഴിയാത്ത വിധം വലിയ അന്ധത ഞങ്ങൾക്ക് തന്നെ മനസ്സിലും ശരീരത്തിനുമൊക്കെ ബാധിച്ചൊരവസ്ഥ. അതായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിയോഗം എന്ന് അനസ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്. അള്ളാഹുവിന്റെ റസൂൽ യാത്രയാവുന്ന സന്ദർഭത്തിൽ തൊട്ടടുത്ത് അന്ന് അബൂബക്കർ റളിയല്ലാഹു അൻഹു ഉണ്ടായിരുന്നില്ല. അതുവരെ കൂടെ ഉണ്ടായിരുന്നത് അബൂബക്കർ റളിയല്ലാഹു അൻഹു ആയിരുന്നു. മറ്റു പലരും ഉണ്ടായിരുന്നു. തലേന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ 2 ആളുകളോടൊപ്പം നമസ്കരിക്കാൻ വന്നപ്പോ കുറച്ചൊക്കെ രോഗം മാറിയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് അബൂബക്കർ റളിയല്ലാഹു അൻഹു റസൂലിനോട് അനുവാദം ചോദിച്ചിട്ട് വീട്ടിൽ പോയിട്ട് വരാം, ചില കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട് അത്യാവശ്യമായിട്ട്, അത് ചെയ്തിട്ട് വരാമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ തിരിച്ചു വരുന്ന സന്ദർഭത്തിൽ, തിരിച്ചു വരുന്നില്ല, റസൂലുള്ളാഹി അബൂബക്കർ റളിയല്ലാഹു അൻഹു വീട്ടിലിരിക്കുന്ന സന്ദർഭത്തിൽ ഒരാൾ ഓടിപ്പോയിട്ട് പറയുന്നുണ്ട്, കരഞ്ഞുകൊണ്ടാണ് പറയുന്നത്, അബൂബക്കർ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ യാത്രയായിരിക്കുന്നു എന്ന്. അദ്ദേഹത്തിന് അത് മുഴുമിപ്പിക്കാൻ പറ്റിയില്ല എന്നാണ് പറയുന്നത്. ഇത് കേട്ടിട്ട് ചരിത്രകാരന്മാർ പറയാണ്, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അറിയാതെ തന്നെ കണ്ണിൽ നിന്ന് കണ്ണുനീർ ഇങ്ങനെ ഇറ്റിറ്റ് വീണു എന്നാ പറയുന്നത്. പിന്നെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആ പരിസരബോധം വീണ്ടെടുക്കാൻ നല്ല സമയമെടുത്തു എന്നാ പറയുന്നത്.
വീട്ടിൽ നിന്ന് വെപ്രാളത്തോടു കൂടി ആയിഷയുടെ വീട്ടിലേക്ക് വരുന്ന അബൂബക്കറിനെ ചരിത്രത്തിൽ വിശദീകരിക്കുന്നു. അവിടെ വരുമ്പോൾ കാണുന്ന കാഴ്ച, എല്ലാ മുഖത്തും ദുഃഖം തളം കെട്ടി നിൽക്കുന്നു, പലരും കരഞ്ഞുകൊണ്ടിരിക്കുന്നു, ചിലർ അബോധാവസ്ഥയിൽ കിടക്കുന്നു, ചിലർ ബോധം പോയി അബോധാവസ്ഥയിൽ കിടക്കുന്നു എന്ന് പറയുന്നുണ്ട്. എന്ന് മാത്രമല്ല, നമ്മൾ കേട്ടിട്ടുള്ള ഒരു ചരിത്രമാണ്, ഉമർ റളിയല്ലാഹു അൻഹുവിനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്ത് ഉൾക്കൊള്ളാൻ പറ്റാണ്ട് ഉമർ റളിയല്ലാഹു അൻഹു വാളൂരിയിട്ട് ഇങ്ങനെ പറയുന്ന ഒരു വർത്തമാനമുണ്ട്, മുനാഫിക്കുകൾ പറഞ്ഞു വരുത്തുകയാണ് റസൂലുള്ള മരിച്ചിരിക്കുന്നുവെന്ന്. ഇനി ആരെങ്കിലും അങ്ങനെ പറഞ്ഞാൽ അവന്റെ നാവ് ഞാൻ അറുത്തെടുക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഉമർ റളിയല്ലാഹു അൻഹു ഇങ്ങനെ വെപ്രാളത്തിൽ കുതിരപ്പുറത്ത് ഇങ്ങനെ കറങ്ങുന്നുണ്ട്. ആയിഷയുടെ വീട്ടിൽ കയറി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മയ്യത്ത് കണ്ടിട്ട് തിരിച്ചിറങ്ങുന്നത്. ഉമ്മത്ത് മുസ്ലിമ മൊത്തത്തിൽ അസ്വസ്ഥപ്പെട്ട് നിൽക്കുന്ന ഒരു സന്ദർഭത്തിൽ, നമ്മുടെ ഭാഷയിൽ പറഞ്ഞ ആകെ കയ്യിന്ന് പോയിരിക്കുന്ന ഒരു സന്ദർഭത്തിൽ എപ്രകാരമാണ് അതിനെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഡീൽ ചെയ്തതെന്നുള്ളത് ഇസ്ലാമിക ചരിത്രത്തിലുണ്ട്. എന്ന് പറഞ്ഞാൽ വളരെ ശക്തനായ പ്രഗത്ഭനായ സഹാബി വര്യൻ, അള്ളാഹുവിന്റെ ഏറ്റവും അടുത്ത അനുചരനുള്ള ഒരാൾ ഉമർ വാളെടുത്ത് നിൽക്കുകയാണ്. ആരെങ്കിലും പറഞ്ഞ ഇപ്പൊ അവന് തീർക്കുന്നു പറഞ്ഞു. പലരും ബോധരഹിതരായി കിടക്കുന്നു, പലരും കരഞ്ഞുകൊണ്ടേയിരിക്കുന്നു, ആരുടെ മുഖത്തേക്കും നോക്കാൻ കഴിയാത്തൊരവസ്ഥ. അബൂബക്കർ റളിയല്ലാഹു അൻഹു ആയിഷയുടെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ഒരു പ്രഖ്യാപനം നടത്തുന്നുണ്ട്. അള്ളാഹുവിന്റെ പ്രവാചകനിതാ അള്ളാഹുവിലേക്ക് യാത്രയായിരിക്കുന്നു. നിങ്ങൾ ആരെങ്കിലും മുഹമ്മദിനെയാണ് വിശ്വസിച്ചത് എങ്കിൽ ഇതാ മുഹമ്മദ് മരണപ്പെട്ടിരിക്കുന്നു. നിങ്ങൾ അള്ളാഹുവിലാണ് വിശ്വസിച്ചിരിക്കുന്നത് എങ്കിൽ അള്ളാഹു എന്നെന്നും ബാക്കിയാണ് എന്ന് പറഞ്ഞിട്ട് ആലിമ്രാനിലെ 144-ാമത്തെ ആയത്ത്, വിശുദ്ധ ഖുർആനിൽ 104-ാമത്തെ ആയത്ത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പാരായണം ചെയ്യുന്നു. വമാ മുഹമ്മദുൻ ഇല്ലാ റസൂലുൻ ഖദ് ഖലത് മിൻ ഖബ്ലിഹി റസുൽ അഫഅയ്യിമാത് ഔ ഖുതിൽ ഇൻകലബതും അലാ അഅഖാബികും. അബൂബക്കർ റളിയല്ലാഹു അൻഹു ആയത്ത് പാരായണം ചെയ്തിട്ട് പറയുകയാണ്, നിങ്ങൾ മുഹമ്മദ് നിങ്ങൾക്ക് മുമ്പ് വന്ന പ്രവാചകന്മാരെ പോലെ ഒരു പ്രവാചകനാണ്. വിശുദ്ധ ഖുർആൻ പറയുകയാണ്, അദ്ദേഹം മരിച്ചു കഴിഞ്ഞാലും എന്നെന്നും നിലനിൽക്കുന്നത് അള്ളാഹുവാണ്, പ്രവാചകന്മാരല്ല എന്ന വിശുദ്ധ ഖുർആനിലെ ആയത്ത്. ആ സന്ദർഭത്തിൽ നിങ്ങൾ ഇസ്ലാം വിട്ടോടി പോകാനാണോ തീരുമാനിച്ചിരിക്കുന്നത് എന്ന് വിശുദ്ധ ഖുർആന്റെ ചോദ്യം. ആ ആയത്ത് പാരായണം ചെയ്തിട്ട് മുഴുവൻ അവിടെ ഉണ്ടായിരുന്ന ആളുകളെ അഡ്രസ് ചെയ്തിട്ട് പറയുന്നുണ്ട്, അള്ളാഹുവിന്റെ റസൂൽ വഫാത്തായിരിക്കുന്നു എന്നുള്ളത്. ഇത്തരമൊരു സന്ദർഭത്തിൽ തന്നെ മദീന പള്ളിയുടെ മറ്റൊരു സൈഡിൽ അൻസാറുകളുടെ എല്ലാ ആളുകളും, അൻസാറുകളിൽപ്പെട്ട പല പ്രമുഖരും ചേർന്നിട്ട് അവിടെ ഒരു മീറ്റിംഗ്, ബനു സായിദ എന്ന് പറയുന്ന അവരുടെ ഒരു മീറ്റിംഗ് കൂടുന്ന ഒരു സ്പേസ് ഉണ്ട്. അവിടെ അൻസാറുകൾ എല്ലാവരും കൂടി ഇങ്ങനെ റസൂലിന്റെ വഫാത്തിന്റെ സന്ദർഭത്തിൽ ഇരിക്കുന്നുണ്ട്. അങ്ങനെ ഒരുമിച്ചിരിക്കുന്ന സന്ദർഭത്തിൽ ഇനി ആരാണ് ഉമ്മത്ത് മുസ്ലിമയെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ളത് എന്ന ചർച്ച അവർക്കിടയിൽ വരികയാണ്. ആരാണ് ഉമ്മത്ത് മുസ്ലിമയെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ളത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിയോഗം ഉൾക്കൊണ്ടതിന് ശേഷം എല്ലാ ആളുകളുടെയും മനസ്സിലുണ്ടായിരുന്ന ഒരു ചോദ്യമാണ്, ആരാണ് ഇനി മുന്നോട്ട് കൊണ്ടുപോകുക? എത്രത്തോളം എന്ന് പറഞ്ഞാൽ മസ്ജിദ് നബവിയിലെ ഉമർ റളിയല്ലാഹു അൻഹും അബൂബൈദയും കൂടി ഇരിക്കുന്ന സന്ദർഭത്തിൽ ഉമർ റളിയല്ലാഹു അൻഹു അബൂബൈദയുടെ കൈപിടിച്ചിട്ട് പറഞ്ഞു, അബൂബൈദ നിങ്ങൾ ഇനി ഭരണം ഏറ്റെടുക്കണം എന്ന് പറഞ്ഞു. അപ്പൊ അബൂബൈദ അതിനെ കുറിച്ചിട്ട് ചരിത്രത്തിൽ രേഖപ്പെടുത്തി പിന്നീട് പറയുന്നത് ഇങ്ങനെയാണ്, ഉമറെ, നിങ്ങൾ മുസ്ലിം ആയതിനു ശേഷം ഇത്രയും ബോധക്കേട് പറയുന്നത് ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കുന്നത് എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ആരോ ഒരാൾ ഭരണം ഏറ്റെടുക്കണം എന്നത് എല്ലാ ആളുകളുടെയും ഉള്ളിൽ ഉണ്ടായിരുന്ന ഒരു സന്ദർഭമാണ്. അതിനൊരു കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടില്ല എൻ്റെ പിന്തുടർച്ചക്കാരൻ ഇന്നയാളാവണം എന്നുള്ളത്. എന്നാൽ അള്ളാഹുവിന്റെ പ്രവാചകൻ ചില ഇഷാറകൾ, ചില സൂചനകൾ നൽകിയിരുന്നുവെന്നാണ് ഇസ്ലാമിക പണ്ഡിതന്മാർ പറയുന്നത്. അതിനൊരു കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് സുഖമില്ലാതായ സന്ദർഭത്തിൽ ആയിഷ റളിയല്ലാഹു അൻഹ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ കാണാൻ കഴിയും, ബിലാൽ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, നമസ്കാരത്തിനുള്ള സമയമായി എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അറിയിക്കുമ്പോൾ റസൂൽ പറയുകയാണ്, ഞാൻ നേരത്തെ പറഞ്ഞ സംഭവം, മുറു അബൂബക്കർ ഫൽയുസല്ലി ബിന്നാസ്, അബൂബക്കറിനോട് ജനങ്ങളെയും കൊണ്ട് നമസ്കരിക്കാൻ പറയണം. അള്ളാഹുവിന്റെ റസൂൽ കഴിഞ്ഞാൽ പിന്നീട് ഇമാമത്ത് നിൽക്കാൻ
അന്ന് അബൂബക്കറായിരുന്നു അവർക്കുണ്ടായിരുന്നത്, അതുകൊണ്ട് നിങ്ങൾ അബൂബക്കറിനോട് പറയണമെന്ന് ബിലാലിനോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. അപ്പൊ ഇത് കേട്ടിട്ട് ആയിഷ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുന്നുണ്ട്, പ്രവാചകരെ, താങ്കൾ പറയുന്നത് അബൂബക്കറിനെ കുറിച്ചാണ്? അബൂബക്കർ വളരെ ലോല ഹൃദയനാണല്ലോ, ആളുകളെ മാനേജ് ചെയ്യാൻ കഴിഞ്ഞുകൊള്ളണമെന്നില്ല. പലരും പല പ്രശ്നങ്ങളും ഉണ്ടാക്കും, ആളുകളെ മാനേജ് ചെയ്യാൻ കഴിയില്ല എന്ന് പറയുന്നുണ്ട്. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വീണ്ടും പറയുന്നുണ്ട്, അബൂബക്കറിനെയാണ് ഇമാമത്ത് നിർത്തേണ്ടത് എന്ന്. അങ്ങനെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ ഇമാമത്ത് നിർത്തി നിസ്കരിക്കുന്ന ഒരു ചരിത്ര സംഭവം ഇസ്ലാമിക ചരിത്രത്തിലുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചില സൂചനകൾ നൽകുകയായിരുന്നു, എനിക്ക് ശേഷം അടുത്തത് ആരാവണം എന്ന് മാത്രമല്ല റസൂൽ ഒരു സ്വപ്നം വിശദീകരിക്കുന്നുണ്ട്. ആ സ്വപ്നം എങ്ങനെയായിരുന്നു? അള്ളാഹുവിന്റെ റസൂൽ എല്ലാവരോടും പറയാണ്, ഞാനൊരു സ്വപ്നം കണ്ടിട്ടുണ്ട്. ഒരു വലിയ കിണർ, ആ കിണറിൽ ഒരു തൊട്ടി വെച്ചിട്ട് ഞാൻ എന്ത് ചെയ്തു? ഞാൻ കോരി വെള്ളം. എനിക്ക് ശേഷം കുറച്ച് വെള്ളം അബൂബക്കറും കോരി. അതിനുശേഷം വലിയ ഒരു തൊട്ടിയിൽ ഉമർ അവിടെ നിന്ന് കോരുന്നുണ്ട് എന്ന് പറയുന്നു. ഇതൊരു സൂചനയായിരുന്നു എന്നുള്ളതാണ്. ഇങ്ങനെ തുടങ്ങിയിട്ട് ചില ഹദീസുകൾ കാണാൻ കഴിയും. ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ വയ്യാതെ കിടക്കുന്ന ഈ സന്ദർഭത്തില് ജമാഅത്തിനെത്താൻ വേണ്ടിയിട്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അല്പം താമസിച്ചു. അപ്പൊ ജമാഅത്തിന്റെ സമയമായപ്പോ റസൂലിന് വയ്യ. അപ്പൊ ഉമർ റളിയല്ലാഹു അൻഹു കയറി ഇമാമത്ത് നിന്ന്. അപ്പൊ റസൂൽ ഇത് കേട്ടിട്ട് അസ്വസ്ഥപ്പെടുന്നുണ്ട് റൂമിലിരുന്ന്. ഉമറിന്റെ തക്ബീർ കേൾക്കുമ്പോ അള്ളാഹുവിന്റെ പ്രവാചകൻ പറയാണ്, ആരാണ് ഇപ്പൊ ഇമാമ് നിൽക്കുന്നത്? ഉമറാണോ? അബൂബക്കർ എവിടെ എന്ന് ചോദിക്കുന്നുണ്ട്. അബൂബക്കർ എവിടെ എന്ന് ചോദിക്കുന്നുണ്ട്. ഉമർ ഇപ്പോൾ ഇമാമത്ത് നിന്ന് കഴിഞ്ഞാൽ ആളുകൾക്ക് അദ്ദേഹത്തെ ഉൾക്കൊള്ളാൻ കഴിയുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് റസൂൽ അസ്വസ്ഥപ്പെടുന്നുണ്ട് അബൂബക്കറിനെ കുറിച്ച് ഓർത്ത്. ഇങ്ങനെ ചില സൂചനകൾ അള്ളാഹുവിന്റെ റസൂൽ അടുത്ത ഭരണാധികാരി ആരാവണം എന്നതിനെ കുറിച്ച് നൽകിയിരുന്നു എന്നുള്ളത് ഇസ്ലാമിക പണ്ഡിതന്മാർ വിശദീകരിക്കുമ്പോൾ കാണാൻ കഴിയുന്ന സംഗതിയാണ്. അത് ഞാൻ നേരത്തെ പറഞ്ഞ അൻസാറുകൾ എല്ലാ ആളുകളും കൂടിയിട്ട് ബനൂ സാഇദയുടെ പന്തലിൽ ഇങ്ങനെ ഒരുമിച്ച് മീറ്റിംഗ് ചേരുന്ന സന്ദർഭത്തിൽ അവരെല്ലാവരും ഒരു തീരുമാനത്തിലെത്തി. അൻസാറുകളിൽപ്പെട്ട സഅദ് ബിൻ ഉബാദ എന്ന് പറയുന്ന ഏറ്റവും പ്രായം ചെന്ന മനുഷ്യനെ ഈ അടുത്ത ഭരണാധികാരിയായിട്ട് തിരഞ്ഞെടുക്കാം എന്ന് പറയുന്ന ഒരു ചർച്ച നടക്കുകയാണ്. ഇതറിഞ്ഞിട്ട് ഉമറും അബൂ ഉബൈദയും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉമറാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വിളിച്ചു വരുത്തുന്നത്. ഇവര് മൂന്നുപേരും കൂടി ഈ പറയുന്ന സ്ഥലത്തേക്ക് പോകുന്നുണ്ട്. ബനൂ സഅദ് എന്ന് പറയുന്ന ഈ പറയുന്ന മീറ്റിംഗ് നടക്കുന്ന സ്പേസിലേക്ക് പോകുന്നുണ്ട്. അവിടെ എത്തിയിട്ട് പല സംസാരങ്ങൾ നടക്കുന്നുണ്ട്. ആ സംസാരത്തിനൊടുവിൽ അബൂബക്കർ റളിയല്ലാഹു അൻഹു അൻസാറുകളെ കുറിച്ച് സംസാരിക്കുന്നുണ്ട്. അവർ ഇസ്ലാമിന് നൽകിയ സേവനങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. മുഹാജിറുകളായ ആളുകൾ മക്കയിൽ നിന്ന് ചെന്ന സന്ദർഭത്തിൽ സർവവും പകുതി കൊടുത്ത അള്ളാഹുവിന്റെ റസൂലിന് എല്ലാവിധ സൗകര്യങ്ങളും ഒരുക്കി കൊടുത്തു എന്ന് മാത്രമല്ല, വന്ന ആളുകൾക്ക് മുഴുവൻ എന്ത് ചെയ്യാൻ, എന്താണോ എന്റെ സമ്പത്തിലുള്ളത് അതിന്റെ പകുതി കൊടുക്കുക. എന്നാലോചിക്കേ, മുഹാജിറുകളായി മക്കയിൽ നിന്ന് എല്ലാം ഉപേക്ഷിച്ച് വന്ന ആളുകൾക്ക്, മദീനയിലുള്ള വിശ്വാസികള്, എനിക്ക് 2 തോട്ടമുണ്ടെങ്കിൽ 1 തോട്ടം ഒരു മുഹാജിറിന് കൊടുക്കുക, എനിക്ക് 2 വീടുണ്ടെങ്കിൽ 1 വീട് എന്ത് ചെയ്യുക, മുഹാജിറായ ആളുകൾക്ക് കൊടുക്കുക. ഇങ്ങനെ നേരെ പകുതി കൊടുത്ത അത്രയും വിശാല മനസ്കരായ അൻസാറുകളെ കുറിച്ച് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഒരു പ്രഭാഷണം നടത്തുന്നു. എന്നിട്ട് അൻസാറുകൾ ഭരണമേൽപ്പിക്കാൻ നിന്നിരുന്ന അൻസാറുകളിലെ തന്നെ ഏറ്റവും പ്രായം ചെന്ന ആ വ്യക്തി സഅദ് ബിൻ ഉബാദയോട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചോദിക്കുന്നുണ്ട്, അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞൊരു വർത്തമാനം, റസൂൽ പറയുന്ന ആ സദസ്സിൽ, ആ വർത്തമാനം പറയുന്ന സദസ്സിൽ ഞാനും ഉണ്ടായിരുന്നു, താങ്കളും ഉണ്ടായിരുന്നല്ലോ സഅദ് ബിൻ ഉബാദ എന്ന് ചോദിക്കുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, ഉമറാക്കളാകാൻ ഏറ്റവും യോഗ്യർ അത് ഖുറൈശികളാണ് എന്ന് പറയുന്നുണ്ടല്ലോ. എന്ന് മാത്രമല്ല, അവരുടെ ഏറ്റവും നല്ല സഹായികൾ അത് അൻസാറുകളാണെന്ന് പറയുമ്പോൾ താങ്കൾ അവിടെ ഉണ്ടായിരുന്നില്ലേ സഅദ് ബിൻ ഉബാദ എന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചോദിക്കുന്നുണ്ട്. സഅദ് ബിൻ ഉബാദ പറയുന്നുണ്ട്, അതെ, ഞാൻ ആ സദസ്സിൽ ഉണ്ടായിരുന്നു, നിങ്ങൾ പറയുന്നത് ശരിയാണെന്ന് പറയുന്നു. അങ്ങനെ ഏകദേശം രമ്യതയിലെത്തിയ സന്ദർഭത്തിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉമർ ബിൻ ഖത്താബിന്റെയും അബൂ ഉബൈദയുടെയും കൈകൾ ഇങ്ങനെ പിടിച്ചുയർത്തിയിട്ട് പറഞ്ഞു, അൻസാറുകളോട് പറഞ്ഞു, ഇതാ ഏറ്റവും പ്രഗത്ഭരായ 2 ആളുകളുടെ കരങ്ങൾ, ഇതിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരാളെ വന്ന് ബൈഅത്ത് ചെയ്യണം എന്ന് പറയുന്നു. ഇത് കേട്ടിട്ട് ഉമർ റളിയല്ലാഹു അൻഹു കൈ താഴ്ത്തേക്കിടുന്നുണ്ട്.
ഉമർലാൻ അബൂബക്കർ സിദ്ദീഖിന്റെ കൈ പിടിച്ചു ഉയർത്തിട്ട് പറഞ്ഞു, ഇക്കൂട്ടത്തിൽ ഏറ്റവും അർഹൻ, ഇനി ഇസ്ലാമിന് അള്ളാഹുവിന്റെ പ്രവാചകൻ ഒരു തുടർച്ച ഉണ്ടാവണമെങ്കിൽ അത് അബൂബക്കർ സിദ്ദീഖ് താങ്കളാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഉമർ ബിൻ അൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ബൈഅത്ത് ചെയ്യുന്നുണ്ട് അബൂബക്കർ സിദ്ദീഖിന്. ഉടനെ അബൂ ഉബൈദ എഴുന്നേറ്റ് നിന്നിട്ട് അബൂബക്കർ സിദ്ദീഖിന് ബൈഅത്ത് ചെയ്തിട്ടുണ്ട്. അള്ളാഹുവിന്റെ റസൂലിന്റെ കൂടെ ഒരുമിച്ച് ഗുഹയിൽ ഉണ്ടായിരുന്ന ആളാണല്ലോ താങ്കൾ. ഞാൻ കഴിഞ്ഞ ആഴ്ച വിശദീകരിക്കേണ്ടായി, വിശുദ്ധ ഖുർആൻ പറഞ്ഞതാണ് രണ്ടാളുകൾ അവർ ഒരുമിച്ച് ഗുഹയിൽ ഉണ്ടായിരുന്ന സന്ദർഭത്തെ കുറിച്ച്. അങ്ങനെ ഒരുമിച്ചുണ്ടായിരുന്ന ഏറ്റവും പ്രഗത്ഭനായ ആൾ എന്ന് മാത്രമല്ല, അള്ളാഹുവിന്റെ റസൂലിന് താങ്കളെ പോലെ ഉപകാരപ്പെട്ട ഒരാളില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അബൂബക്കർ സിദ്ദീഖ് താങ്കളാണ് അതിന് ഏറ്റവും യോഗ്യൻ എന്ന് പറഞ്ഞുകൊണ്ട് അബൂ ഉബൈദ ബൈഅത്ത് ചെയ്യുന്നുണ്ട്. ഉടനെ അൻസാറുകളായ ആളുകൾ എല്ലാവരും ബൈഅത്ത് ചെയ്യുന്നുണ്ട്. ശേഷം അവർ മസ്ജിദ് നബവിയിൽ പോയിട്ട് മുഴുവൻ ആളുകളുടെയും ബൈഅത്ത് സ്വീകരിക്കുന്ന ഒരു ചരിത്രം നമുക്ക് കാണുവാൻ കഴിയും. ഈ ചരിത്രം പഠിക്കുന്ന സന്ദർഭത്തിൽ ഇസ്ലാമിയ ഖിലാഫത്തിന്റെ തുടക്കമാണ്. സാധാരണ നമ്മൾ കേൾക്കാറുള്ള ഒരു വർത്തമാനമുണ്ട്, അലി റളിയല്ലാഹു അൻഹു ബൈഅത്ത് ചെയ്തിട്ടില്ല എന്ന് കേൾക്കാറുണ്ട്. അലി റളിയല്ലാഹു അൻഹു ബൈഅത്ത് ചെയ്തിട്ടില്ല എന്ന് പറയപ്പെടുന്ന ധാരാളം കഥകൾ ഇങ്ങനെ പ്രചരിക്കാറുണ്ട്. ചില ആളുകൾ പറയുന്ന 6 മാസത്തിന് ശേഷമാണ് അലി റളിയല്ലാഹു അൻഹു ബൈഅത്ത് ചെയ്തത് എന്ന് പറയുന്നുണ്ട്. എന്ന് മാത്രമല്ല, അബൂബക്കറായിട്ടുള്ള ചില അസ്വസ്ഥതകൾ ഉണ്ടായിരുന്നു ചില ആളുകൾ പറയുന്നുണ്ട്. പക്ഷെ അങ്ങനെ ഒന്നുമില്ല എന്നുള്ളതാണ് ഇസ്ലാമിക ചരിത്രം. ഇസ്ലാമിക ചരിത്ര പണ്ഡിതന്മാർ പറയുന്നത് ഇത് രാഷ്ട്രീയ താല്പര്യത്തിന്റെ പേരിൽ ഷിയാക്കളുടെ ഭാഗത്തു നിന്നാണ് ഇത്തരം ഹദീസുകളൊക്കെ ഉണ്ടായി വന്നിട്ടുള്ളത്. ഇത് രാഷ്ട്രീയ താല്പര്യത്തിന്റെ പേരിൽ ഉണ്ടായി വന്നിട്ടുള്ള വർത്തമാനങ്ങളാണ്, ഇത് ചരിത്രത്തിനോട് അങ്ങനെയാണ് ചേർത്ത് വെച്ചിട്ടുള്ളത് എന്ന് പറയുന്നുണ്ട്. ഇതിനെതിരെ ഇസ്ലാമിക പണ്ഡിതന്മാർ ചരിത്രം പരിശോധിക്കുമ്പോൾ അവർ പ്രധാനപ്പെട്ട ചില സംഗതികൾ, അലി റളിയല്ലാഹു അൻഹുവിന് യാതൊരുവിധ ഭിന്നിപ്പും ഉണ്ടായിരുന്നില്ല എന്നതിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലുള്ള ധാരാളം സംഭവങ്ങൾ രേഖപ്പെടുത്തി വെക്കുന്നുണ്ട്. അതിലൊന്നാണ് സയ്യിദ് ബിൻ സയ്യിദ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് ഒരിക്കലും പിന്നീട്, താങ്കൾ അന്ന് അബൂബക്കറിന് ബൈഅത്ത് ചെയ്യുന്ന സന്ദർഭത്തിൽ താങ്കൾ അവിടെ ഉണ്ടായിരുന്നില്ലേ എന്ന് ചോദിക്കുന്നു. സയ്യിദ് ബിൻ സയ്യിദ് റളിയല്ലാഹു അൻഹു പറയാണ്, ഞാൻ അവിടെ ഉണ്ടായിരുന്നു. എങ്ങനെയായിരുന്നു അവിടുത്തെ അവസ്ഥ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ പറയുന്നുണ്ട്, ആദ്യം ഉമർ ഇങ്ങനെ ബൈഅത്ത് ചെയ്തു, അൻസാറുകളുടെ ബൈഅത്ത് ഇങ്ങനെ നടക്കുന്നുണ്ട്, അബൂ ഉബൈദ ഇതൊക്കെ വിശദീകരിച്ചതിന് ശേഷം പറയാണ്, ഞങ്ങൾ എല്ലാവരും മസ്ജിദ് നബവിയിൽ വെച്ച് ബൈഅത്ത് ചെയ്യുന്നുണ്ട്. അള്ളാഹുവിന്റെ പ്രവാചകൻ വഫാത്തായി കിടക്കുന്ന സന്ദർഭത്തിൽ അള്ളാഹുവിന്റെ പ്രവാചകനെ മറമാടിയിട്ടില്ല. ആ സന്ദർഭത്തിലാണ് ഇതൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. അലി റളിയല്ലാഹു അൻഹു അറിഞ്ഞു ഇങ്ങനെ ഉമ്മത്ത് മുസ്ലിമെ തെരഞ്ഞെടുത്തിരിക്കുന്നത് അബൂബക്കർ റളിയല്ലാഹു അൻഹു ആണെന്ന് അറിഞ്ഞിട്ട്, സാധാരണ അലി റളിയല്ലാഹു അൻഹു പുറത്തു പോകുമ്പോൾ ഇടാറുള്ള ഒരു ഡ്രസ്സ് ഉണ്ട്, അതുപോലും ഇടാതെ ഇട്ട വസ്ത്രത്തിൽ ഇറങ്ങി ഓടി വന്നിട്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ബൈഅത്ത് ചെയ്തു എന്ന് ഈ സഹാബി വര്യൻ പറയുന്നതായിട്ട് ചില പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഉമ്മത്ത് മുസ്ലിമയിൽ അങ്ങനത്തെ ഒരു എക്കച്ചക്കയും ഉണ്ടായിരുന്നില്ല എന്നാണ് പറയപ്പെടുന്നത്. എന്ന് മാത്രമല്ല, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന പ്രധാനപ്പെട്ട ചില സംഗതികൾ നേരിടാൻ വേണ്ടിയിട്ട് മുൻപന്തിയിൽ ഉണ്ടായിരുന്ന ആൾ അലി റളിയല്ലാഹു അൻഹു ആയിരുന്നു. ഞാൻ അതിലേക്ക് വരും എന്നുകൂടി നമുക്ക് കാണുവാൻ സാധിക്കും. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഭരണം ഏറ്റെടുക്കുന്ന സന്ദർഭത്തിൽ 2 തരം ഭീഷണികൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. ഒന്ന് ആഭ്യന്തരമായ ഭീഷണി, 2 വൈദേശികമായ ഭീഷണി. ആഭ്യന്തരമായ ഭീഷണി എന്ന് പറയുന്നത് വിശ്വാസപരമായ ആദർശപരമായ തെറ്റിപ്പോവലിന്റെ ചില ഭീഷണികളായിരുന്നു എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാല് മുഹമ്മദ് അല്ലാത്ത പ്രവാചകൻ ഉണ്ടായിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് കള്ളപ്രവാചകന്മാരുടെ ഒരു 3-4 ആൾക്കാർ അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ചില ആളുകൾ മുഹമ്മദ് മരിച്ചതോടുകൂടി ഇനി ഒന്നിലും വിശ്വസിക്കേണ്ട, ഞങ്ങൾ ഇവിടെ നിന്ന് എന്ത് ചെയ്യാണ്, ഇനി ഞങ്ങളുടെ ഇഷ്ടത്തിന് പഴയ പോലെ ഗോത്ര സംസ്കാരമായിട്ട് ഞങ്ങൾ പോവാണെന്ന് പറഞ്ഞിട്ട് 1-2 ഗോത്രങ്ങൾ വിശ്വാസം ഇസ്ലാമിൽ നിന്ന് തെറ്റിപ്പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായി. എന്ന് മാത്രമല്ല, ചില ആളുകൾ പറഞ്ഞു, അള്ളാഹുവിന്റെ റസൂല് കൊണ്ടുവന്ന പഠിപ്പിച്ച ഈ ദീനിന്റെ ഷിആറുകളെ, ദീനിന്റെ അടിസ്ഥാനപരമായ സ്തംഭങ്ങളെയൊക്കെ ചിലത് ഞങ്ങൾ അംഗീകരിക്കാം, നമസ്കാരം ഞങ്ങൾ അംഗീകരിക്കാം, സക്കാത്ത് അംഗീകരിക്കില്ല എന്ന് പറഞ്ഞു.
സക്കാത്തിനെ ഞങ്ങൾ അംഗീകരിക്കില്ല, നമസ്കാരം ഞങ്ങൾ അംഗീകരിക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു ഗ്രൂപ്പ് അവിടെ വളർന്നു വന്നു എന്നുള്ളതാണ്. ഇങ്ങനെ ഈ 3 ഗ്രൂപ്പിനെ നേരിടേണ്ട വലിയ ഒരു ബാധ്യത അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ ഖിലാഫത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഇതിൽ സക്കാത്ത് നിഷേധികളായിട്ടുള്ള ആളുകളെ നേരിടുക എന്ന് പറഞ്ഞാൽ അത് ഭയങ്കരമായ പ്രതിസന്ധിയായിരുന്നു. കാരണം അവർ വിശ്വാസികളാണ്. ഞങ്ങൾ വിശ്വാസികളല്ല എന്ന് അവർ പറഞ്ഞിട്ടില്ല. മറ്റുള്ളവരെ പോലെ പിന്നെ അവർ ഇസ്ലാം വിട്ടു പോയിട്ടില്ല എന്ന് മാത്രമല്ല, അവരാ പുത്തൻവാദികളായ പ്രവാചകന്മാരെ അവർ അംഗീകരിച്ചു പോയിട്ടില്ല. ഞങ്ങൾ മുസ്ലിങ്ങളാണ്, മുഹമ്മദിന്റെ അനുയായികളാണ്, വിശുദ്ധ ഖുർആനൊക്കെ അംഗീകരിക്കുന്നുണ്ട്. പക്ഷേ നമസ്കാരം മാത്രമാണെങ്കിൽ ഞങ്ങൾ ഓക്കെ, സക്കാത്ത് ഞങ്ങൾ തരില്ല എന്ന് പറയുന്നുണ്ട്. സക്കാത്ത് മുഹമ്മദ് ആയിരുന്ന സന്ദർഭത്തിൽ ഞങ്ങൾ കൊടുക്കാൻ തയ്യാറായിരുന്നു, പക്ഷേ ഇപ്പൊ ഞങ്ങൾ സക്കാത്ത് നൽകാൻ തയ്യാറല്ല എന്ന് പറയുന്ന ആ രൂപത്തിലുള്ള ആളുകൾ ധാരാളമായിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ്. ഇവരെ എങ്ങനെയാണ് അഡ്രസ്സ് ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ച് ഒരു ചർച്ച നടക്കുന്നുണ്ട്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എല്ലാ കാര്യങ്ങളും കൂടിയാലോചിച്ചിരുന്നു എന്നുള്ളതാണ്. എല്ലാവരെയും വിളിച്ചിട്ട് ഇങ്ങനെ കൂടിയാലോചിച്ചിരുന്നു. അപ്പൊ ഈ സക്കാത്ത് നിഷേധികളെ എങ്ങനെയാണ് അഡ്രസ്സ് ചെയ്യേണ്ടത് എന്നുള്ള ആലോചന നടത്തുന്നതിന് വേണ്ടിയിട്ട് ഇങ്ങനെ കൂടിയാലോചന നടത്തുന്നുണ്ട്. ആ സന്ദർഭത്തിൽ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അവരോട് യുദ്ധം ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അവരോട് യുദ്ധം ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹും വേറൊരു ഗ്രൂപ്പും പറയുന്നത് അവരോട് യുദ്ധം ചെയ്തേ മതിയാകൂ, കാരണം അവർ സക്കാത്ത് തരാത്തവരാണ്. അവർ ഇസ്ലാമിന്റെ അടിസ്ഥാന സ്തംഭത്തിന് കടക്കൽ കത്തിവെച്ചവരാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയ പ്രിയമുള്ളവരെ, ഇസ്ലാമിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അടിസ്ഥാന സ്തംഭങ്ങൾ, നമസ്കാരം നമുക്കറിയാം, നമ്മൾ നിർവഹിക്കുന്നവരായിരിക്കും. നമ്മൾ നോമ്പ് നിർവഹിക്കുന്നവരാണ്. നമ്മൾ പൈസ ഉള്ള സമയത്ത് എന്ത് ചെയ്യും? ഹജ്ജിന് പോവും, അല്ലേ? പക്ഷെ സക്കാത്തിനെ കുറിച്ച് പറയുന്ന സന്ദർഭത്തിൽ നമുക്ക് അസ്വസ്ഥത ഉണ്ടാവും. നമ്മുടെ കൺസേണിൽ വരില്ല. അത് നമ്മുടെ കൺസേണിൽ അങ്ങനെ വരില്ല. അല്ലെങ്കിൽ നമ്മൾ മുതിർന്ന ആളുകൾ, നിങ്ങളുടെ വീട്ടിൽ, നമ്മുടെ വീട്ടിലുള്ള ആളുകളെ കുറിച്ച് ആലോചിച്ച് നോക്കിയാൽ ഈ പറയുന്ന ബാക്കി എല്ലാത്തിനെ കുറിച്ചുണ്ടാവും. പക്ഷെ സക്കാത്ത്, എനിക്ക് കിട്ടിയ മുഴുവൻ സമ്പത്ത് ഞാൻ ഇങ്ങനെ എല്ലാം ഇങ്ങനെ എഴുതി വെച്ചിട്ട് അതിന്റെ ഇത്ര ശതമാനം എത്തിക്കഴിയുമ്പോൾ അതിന്റെ ശതമാനത്തിൽ നിന്ന് സക്കാത്ത് കൊടുക്കണം, 2.5% സക്കാത്ത് കൊടുക്കണമെന്ന് പറഞ്ഞ് പഠിപ്പിച്ച ദീൻ. അതിനെക്കുറിച്ച് പറയുമ്പോൾ യാതൊരുവിധ കൺസേണും ഇല്ലാത്ത ആളുകളായിട്ട് നമ്മൾ മാറും. അത്തരം ആളുകള് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പൊ അവരെ അഡ്രസ് ചെയ്യണം എങ്ങനെയാണെന്നുള്ള ചർച്ച നടക്കുമ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അവരോട് യുദ്ധം ചെയ്യാൻ പറ്റില്ല, കാരണം അവർ വിശ്വാസികളാണ്. അപ്പൊ എന്തുകൊണ്ട് യുദ്ധം ചെയ്തുകൂടെ ഉമറെ എന്ന് അബൂബക്കർ സിദ്ദീഖ് ചോദിക്കുമ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, അള്ളാഹുവിന്റെ റസൂൽ പറയുന്നുണ്ട്, വിശ്വാസികളായ ആളുകളോട് യുദ്ധം ചെയ്യാൻ പാടില്ല പരസ്പരം. അപ്പൊ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തിരിച്ചു പറയുന്നുണ്ട്, നമസ്കാരത്തിനും സക്കാത്തിനും ഇടയിൽ വേർതിരിവ് കൽപ്പിച്ചവരോട് എങ്ങനെ പെരുമാറണം എന്ന് റസൂലുള്ളാഹി പഠിപ്പിച്ചിട്ടുണ്ടല്ലോ എന്ന് പറയുന്ന ഒരു വർത്തമാനം പറയുന്നുണ്ട്. അങ്ങനെ അവരോട് യുദ്ധം നടക്കുന്നുണ്ട്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നേരിട്ടാണ് ആ യുദ്ധത്തിൽ പങ്കെടുക്കുന്നത്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആ യുദ്ധത്തിൽ പങ്കെടുക്കുന്നതിന് മുമ്പ് അടുത്ത ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, അള്ളാഹുവിന്റെ പ്രവാചകനെ ഒട്ടകത്തിന്റെ മൂക്കുകയറാണ് അവർ സക്കാത്തായിട്ട് നൽകിയിരുന്നത്. ഒരു ഒട്ടകത്തിനെ കൊടുക്കുന്ന സമയത്ത് ആ ഒട്ടകത്തിന്റെ മൂക്കുകയർ അതിലുണ്ടായിരുന്നെങ്കിൽ അത് ഇസ്ലാമിയ ഖിലാഫത്തിനെ സക്കാത്തായിട്ട് നൽകാൻ അവർ ബാധ്യസ്ഥരാണ്. അങ്ങനെ തരാത്തവരോട് എല്ലാവരോടും ഞാൻ യുദ്ധം ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ട് ഉമ്മത്ത് മുസ്ലിമയെ ഇതിന്റെ പ്രാധാന്യം ബോധ്യപ്പെടുത്തിയിട്ട് യുദ്ധത്തിന് ഇറങ്ങി പുറപ്പെടുന്നുണ്ട്. അങ്ങനെ അവരെ, ആ ഗോത്രങ്ങളെയൊക്കെ അവരതിശക്തമായി ഇസ്ലാമിക സമാജത്തിനെതിരെ പോരാടാൻ വേണ്ടി വരുന്നുണ്ട്. 2 പ്രദേശങ്ങളിലായി നിൽക്കുന്നു. മുഴുവൻ 5 ഗോത്രങ്ങളാണ് ഉണ്ടായിരുന്നത്. അവർ 2 പ്രദേശങ്ങളായിട്ട് നിൽക്കുന്നു. കിനാന എന്ന് പറയുന്ന ഗോത്രം, ഖത്ഫാൻ എന്ന് പറയുന്ന ഗോത്രം, അബ്സ എന്ന് പറയുന്ന, ഇങ്ങനെ 3-4 ഗോത്രങ്ങളാണ് ഉണ്ടായിരുന്നത്. 2 പ്രദേശങ്ങളിലായി നിന്നിട്ട് അവര് ഇസ്ലാമിക സമാജത്തെ അടിക്കാൻ വരുന്നുണ്ട്. ആദ്യ ഇസ്ലാമിക സമാജം അബൂബക്കർ സിദ്ദീഖിന്റെ നേതൃത്വത്തിൽ ഇങ്ങനെ പോവാണ്. രാത്രിയാണ് പോരാട്ടം നടക്കുന്നത്. അങ്ങനെ ഇസ്ലാമിക സമാജത്തിന്റെ ഇങ്ങനെ പോകുന്ന സന്ദർഭത്തില് അവര് ഉമ്മത്ത് മുസ്ലിമയിലുണ്ടായിരുന്ന സൈനികരുടെ മൃഗങ്ങളെ പേടിപ്പിച്ചിട്ട് തിരിച്ചോടിച്ചു വിടുന്നുണ്ട്. അതിനു മുമ്പ് തിരിച്ചോടിച്ചു വിടുന്ന സന്ദർഭത്തിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു 3-4 ആളുകളെ ഇങ്ങനെ കാവൽ നിർത്തുന്നുണ്ട് മദീനയുടെ എൻട്രൻസിൽ. അതിൽ ഒന്നാമത്തെ ആൾ അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹു ആയിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ സംഭവത്തിനോട് നമ്മൾ ചേർത്ത് വെക്കേണ്ടതാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോരാട്ടത്തിന്റെ നേതൃത്വ നിലയിൽ ഉണ്ടായിരുന്ന ആൾ അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹു ആയിരുന്നു എന്നുള്ളതാണ്.
എന്ന് മാത്രമല്ല സുബൈറിനെയും ത്വൽഹയെയും റളിയല്ലാഹു അൻഹു അവരെയൊക്കെ ഇങ്ങനെ കാവൽ നിർത്തിയിരുന്നു എന്നാണ് പറയുന്നത്. ആ പോരാട്ടം നടക്കുന്നു. രണ്ടാമത് ആ പോരാട്ടത്തിൽ ഇസ്ലാമിക സമാജം വിജയിക്കുന്നുണ്ട് എന്ന് മാത്രമല്ല, ചില ഗോത്രങ്ങൾ ആ സ്പോട്ടിൽ കൊണ്ടുവന്ന് സക്കാത്ത് കൊടുത്തു എന്നുള്ളത് ചരിത്രത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്ന ഒരു സംഗതിയാണ്. ഇതേപോലെ തന്നെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഒന്നായിരുന്നു കള്ളപ്രവാചകന്മാരായിട്ടുള്ള ആളുകൾ വരിക. അതങ്ങനെയാണല്ലോ, ഒരു പ്രവാചകൻ പോയി പിന്നെ ലീഡർഷിപ്പ് ആഗ്രഹിക്കുന്ന ചില ആളുകൾ ഉണ്ടാവും. എനിക്കൊന്ന് ആളായ കൊള്ളാമെന്ന് അങ്ങനെ ആഗ്രഹിക്കുന്ന ആളുകൾ ഉണ്ടായിരുന്നു. അങ്ങനെയുള്ള ചില ആളുകൾ ഉണ്ടായി വന്നു എന്നുള്ളത് പറയപ്പെടുന്നുണ്ട്. അങ്ങനെ അവര് കള്ളപ്രവാചകന്മാരായി വന്നു എന്ന് മാത്രമല്ല, അവരങ്ങനെ ആളെ കൂട്ടി ധാരാളം ആളുകൾ ഉണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. അതിലൊരു നാലോളം ആളുകളായിരുന്നു അങ്ങനെ ഉണ്ടായിരുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ട ആളായിരുന്നു മുസൈലമത്തുൽ കദ്ദാബ് എന്ന് പറയുന്നത്. അദ്ദേഹത്തിനെതിരെ നടന്ന അബൂഖുർദാന്റെ കാലഘട്ടത്തിൽ നിന്ന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു യുദ്ധമായിരുന്നു യമാമ യുദ്ധം എന്ന് പറയുന്ന ഒരു യുദ്ധം. വലിയ പോരാട്ടമാണ് നടന്നത്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ കാലഘട്ടത്തിൽ ഉണ്ടായ പോരാട്ടങ്ങളിൽ ബദർ യുദ്ധത്തിൽ പങ്കെടുത്ത ആളുകളെ അബൂബക്കർ റളിയല്ലാഹു പങ്കെടുപ്പിച്ചിരുന്നില്ല എന്നാ പറയുന്നത്. അവരോട് മാറ്റിയിരുത്തുമായിരുന്നു. അവരോട് പറയാ, നിങ്ങൾ ബദറിൽ പങ്കെടുത്ത ആളുകളാണ്, നിങ്ങൾ ഇതിൽ പങ്കെടുക്കേണ്ട എന്ന് പറഞ്ഞ് മാറ്റിയിരുത്തുന്ന രീതി ഉണ്ടായിരുന്നു എന്നാ പറയുന്നത്. അവരെ ആദരിച്ചുകൊണ്ട് അങ്ങനെ ഇരിക്കുമായിരുന്നു. പക്ഷേ ഈ മുസൈലമയ്ക്കെതിരെയുള്ള പോരാട്ടത്തിൽ അവരെയും അണിനിരത്തിയിട്ട് പോരടിച്ചു എന്നുള്ളതാണ് പറയപ്പെടുന്നത്. അതിശക്തമായ പോരാട്ടം നടന്നു എന്നാണ് പറയപ്പെടുന്നത്. ധാരാളം ആളുകൾ ഈ മുസൈലമയുടെ ഒപ്പം കൂടിയിട്ട് ധാരാളം ആളുകളെ ക്യാൻവാസ് ചെയ്തിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അല്ലാത്ത പുതിയൊരു പ്രവാചകൻ ഞാൻ മുസൈലമത്തുൽ കദ്ദാബ്, അദ്ദേഹത്തെ കുറിച്ച് ചരിത്രകാരന്മാർ പറയുന്നത് വളരെ കുള്ളനായ ഒരു മനുഷ്യൻ. അള്ളാഹുവിന്റെ റസൂലിന്റെ അടുക്കൽ ഈ യമാമ ഗോത്രത്തിലുള്ള ആളുകൾ, ഈ മുസൈലമത്തുൽ കദ്ദാബിന്റെ ഗോത്രത്തിലുള്ള ആളുകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ഒരിക്കൽ വരുന്നുണ്ട്. അപ്പൊ അതിൽ മുസൈലമത്തുൽ കദ്ദാബ് ഉണ്ടായിരുന്നു. അദ്ദേഹം പുറത്തു നിന്നു വന്ന ആളുകളുടെ ഭാണ്ഡക്കെട്ടൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് പുറത്തു നിന്ന് ബാക്കിയുള്ളവരൊക്കെ വന്നു റസൂലിനോട് സംസാരിച്ചൊക്കെ പറഞ്ഞ് ഇങ്ങനെ പോകുന്ന സന്ദർഭത്തിൽ റസൂൽ ഓരോരുത്തർക്ക് ഓരോരോ ഗിഫ്റ്റ് കൊടുത്തു. അപ്പോഴാണ് ഇവര് പുറത്തൊരാളെ കാവൽ നിർത്തിയിട്ടുണ്ടല്ലോ എന്ന് ആലോചിക്കണം. അപ്പൊ ഇവര് പറഞ്ഞു, മുസൈലമ ഉണ്ട്, ഞങ്ങളുടെ കൂടെ ഒരാളുണ്ട്. അപ്പൊ റസൂൽ അയാൾക്കുള്ള ഗിഫ്റ്റ് വെറുതെ തന്നെ കൊടുക്കുന്നുണ്ട്. എന്താ അയാൾ മോശക്കാരനായതുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങോട്ട് കൊണ്ടുവരാഞ്ഞെന്ന് ചോദിക്കുന്നുണ്ട്. ഇങ്ങനെയുള്ള ഒരു മനുഷ്യനായിരുന്നു മുസൈലമത്തുൽ കദ്ദാബ്. ഈ മനുഷ്യനെതിരെ ഇയാളൊരു മാജിക്കാരനായിരുന്നു എന്നാണ് പറയുന്നത്. ധാരാളം ആളുകൾ ഇയാളുടെ ഒരു ക്യാൻവാസിൽ വീണുപോയി. അങ്ങനെ ഇയാൾക്കെതിരെ വലിയ പോരാട്ടം നടക്കുന്നു. ഒടുവിൽ ഇസ്ലാമിക സമാജം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അവരെയും ഇല്ലാതാക്കിയിട്ട് മുന്നോട്ട് പോകുന്ന ഒരു ചരിത്രം നമുക്ക് കാണുവാൻ കഴിയും. അതേപോലെ തന്നെ ഒന്നായിരുന്നു ഇസ്ലാം ഇല്ല എന്ന് പറഞ്ഞു കൊണ്ടുപോകുന്ന ചില ആളുകൾ ഉണ്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ പ്രവാചകൻ പോയി, ഇനി ഞങ്ങൾ വിശ്വസിക്കേണ്ട. ഇതിനൊക്കെ ഒരു കാരണം എന്ന് പറയുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇസ്ലാമിക ചരിത്ര ഗ്രന്ഥങ്ങളിലേക്ക് കാണാൻ കഴിയുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അവസാന കാലഘട്ടത്തിൽ ഇസ്ലാമിലേക്ക് കടന്നു വന്ന ആളുകളായിരുന്നു ഈ പറയപ്പെടുന്ന ഗോത്രങ്ങൾ എന്നൊക്കെ പറയുന്നത്. അപ്പൊ അവരെ ആ രൂപത്തിൽ അവരുടെ തർബവിയായ കാര്യങ്ങളിൽ അങ്ങനെ അഡ്രസ്സ് ചെയ്യാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് കഴിഞ്ഞ് അതിനൊരു സ്പേസ് കിട്ടിയിരുന്നില്ല എന്നാണ് പറയുന്നത്. അപ്പൊ റസൂൽ മരിച്ചവരോട് ഇനിയൊരു പ്രവാചകനില്ല, ഇനി അങ്ങനെ വിശ്വസിക്കേണ്ടതില്ല എന്ന് പറഞ്ഞിട്ടാണ് 2-3 ഗോത്രങ്ങൾ എന്ത് ചെയ്യുന്നത്, ഇങ്ങനെ ഞങ്ങൾ ഇനി ആരെങ്കിലും വിശ്വസിക്കുന്നില്ല എന്നിട്ട് തിരിച്ചു പോകുന്നത്. അവർക്കെതിരെ, മുർത്തദുകൾക്കെതിരെയും ഇസ്ലാമിൽ നിന്ന് തിരിച്ചുപോയ ആളുകൾക്കെതിരെയും ഉള്ള ഒരു പോരാട്ടത്തെ കുറിച്ച് പറയുന്നുണ്ട്. ഇവരൊക്കെ ആഭ്യന്തരമായി ഇസ്ലാമിക സമാജത്തിന്റെ ഉള്ളിൽ ശിഥിലീകരണം സംഭവിക്കുക, അതിനു വേണ്ടിയിട്ട് പണിയെടുത്തിരുന്ന ആളുകളായിരുന്നു എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ ഞാൻ നേരത്തെ സൂചിപ്പിക്കേണ്ടായി വൈദേശികമായ ഒരു ഭീഷണിയെ കുറിച്ച്. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നടപ്പിലാക്കിയ സംഗതിയെ ഒരു നിലക്കും അതിൽ നിന്ന് ഒരു ഇഞ്ച് മാറുവാൻ കൂട്ടാക്കാത്ത ആളായിരുന്നു അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ഒരു നിലക്കും ഒരു ഇഞ്ച് പോലും അതിൽ നിന്ന് മാറാൻ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കൂട്ടാക്കിയിരുന്നില്ല എന്നാണ് പറയുന്നത്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഭരണം ഏറ്റെടുത്ത ഉടനെ നടപ്പിലാക്കിയ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അള്ളാഹുവിന്റെ പ്രവാചകൻ നിയോഗിച്ച ഒരു സൈന്യത്തെ, ആ സൈന്യത്തെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു റോമുമായുള്ള പോരാട്ടത്തിന് അതേ നേതൃത്വത്തിന്റെ കീഴിൽ ഉസാമത്ത് ബിൻ സെയ്ദ് എന്ന് പറയുന്ന ഒരു സഹാബി വരികയാണ്. വളരെ ചെറുപ്പക്കാരനായ ഒരു സഹാബിയായിരുന്നു ഉസാമത്ത് ബിൻ സെയ്ദ്. അപ്പൊ റോമക്കെതിരെയുള്ള പോരാട്ടത്തില് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ നിയോഗിക്കുകയുണ്ടായി. ആ ടീമിൽ ഉണ്ടായിരുന്ന ഒരു സൈനികനായിരുന്നു ഉമർ റളിയല്ലാഹു അൻഹു.
എന്ന് മാത്രമല്ല, അവിടെ ഉണ്ടായിരുന്ന എല്ലാ പ്രഗത്ഭരായ മുതിർന്ന ആളുകളൊക്കെ ഉണ്ട്. പക്ഷേ ഉസാമത്ത് ബിൻ സെയ്ദിനെ ആയിരുന്നു അള്ളാഹുവിന്റെ പ്രവാചകൻ ആ സംഘത്തിന്റെ നേതൃത്വം കൊടുത്തിരുന്നത് എന്നുള്ളതാണ്. അള്ളാഹുവിന്റെ റസൂല് വയ്യാതാവുന്ന സന്ദർഭത്തിൽ ആണ് ഇങ്ങനെ ഒരു സംഭവം നടക്കുന്നത്. അപ്പൊ റസൂലിന് വയ്യാതായതോടുകൂടി, പനി ബാധിച്ചതോടുകൂടി ഈ യുദ്ധത്തിന് പോകാൻ നിന്ന ടീമെല്ലാം യുദ്ധം വേണ്ട എന്ന് പറഞ്ഞിട്ട് തിരിച്ചു വരുന്നുണ്ട്. അബൂബക്കർ റളിയല്ലാഹു അൻഹു ഖിലാഫത്ത് ഏറ്റെടുത്ത ഉടനെ ഇസ്ലാമിക സമാജത്തിന്റെ ഉള്ളിൽ മദീനയിൽ മുഴുവൻ ഇങ്ങനെ ആഭ്യന്തരമായ പ്രശ്നങ്ങൾ ഇങ്ങനെ നിലനിൽക്കുന്ന സന്ദർഭത്തിൽ ഇതറിഞ്ഞിട്ട് ഇവരുടെ ഭാഗത്ത് നിന്ന് എന്തായാലും, റോമിന്റെ ഭാഗത്ത് നിന്ന് എന്തായാലും അടി ഉറപ്പാണ് എന്ന് മനസ്സിലാക്കിയിട്ട് അബൂബക്കർ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, അള്ളാഹുവിന്റെ റസൂൽ തെരഞ്ഞെടുത്ത ആ സൈന്യത്തെ, ആ സൈന്യാധിപനെയും ഉടനെ തന്നെ പോണം എന്ന് പറയുന്നുണ്ട്. പല ആളുകൾക്കും അസ്വസ്ഥതയാണ്. കാരണം വളരെ പ്രായം കുറഞ്ഞൊരു ഈ പയ്യനോടൊപ്പം, ആ പയ്യനാണല്ലോ ഞങ്ങളുടെ ലീഡറായിട്ട് ഉണ്ടാവുക, അവനോടൊപ്പം എങ്ങനെയാണ് ഞങ്ങൾ യുദ്ധത്തിന് പോകാൻ? ചില ആളുകൾ വന്നിട്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അടുത്ത് പറഞ്ഞു, ഉസാമയെ നിങ്ങൾ മാറ്റണം, അങ്ങനെയാണെങ്കിലും ഓക്കെ, ഉസാമയെ നിങ്ങൾ മാറ്റണം, അങ്ങനെയാണെങ്കിലും ഓക്കെ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, അള്ളാഹുവിന്റെ പ്രവാചകൻ നിശ്ചയിച്ച ഒരാളെ മാറ്റാൻ ഞാൻ ആളല്ല എന്ന് പറയുന്നത്. എന്നിട്ട് ഇവർക്ക് അസ്വസ്ഥത കേട്ടിട്ട് ഇവര് ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കൽ പോയിട്ട് പരാതി പറയുന്നുണ്ട്, ഉമറെ, താങ്കളൊന്ന് അബൂബക്കറിനോട് പറയണം ഉസാമയെ മാറ്റാൻ വേണ്ടിയിട്ട്. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ അടുത്ത് വന്നിട്ട് ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഖലീഫ, ഉസാമയെ ഒന്ന് മാറ്റിക്കൂടെ? വളരെ പ്രഗത്ഭരായ ആളുകളുണ്ടല്ലോ, സീനിയോറിറ്റി ഉള്ള, അതിൽപ്പെട്ട ഒരാളെ ഏൽപ്പിച്ചുകൂടെ എന്ന് ചോദിക്കുമ്പോൾ ഉമറിന്റെ താടിക്കാണ് പിടിക്കുന്നത് അബൂബക്കർ റളിയല്ലാഹു അൻഹു. ഉമറിന്റെ താടിക്ക് പിടിച്ചിട്ട് പറയുന്ന വർത്തമാനമുണ്ട്, ഉമറെ, അള്ളാഹുവിന്റെ പ്രവാചകൻ തീരുമാനിച്ച ഒരു കാര്യം മാറ്റാൻ അബൂബക്കർ ആളല്ല ഉമറെ എന്ന് പറഞ്ഞുകൊണ്ട് ചൂടാവുന്നുണ്ട്. അങ്ങനെ ഉസാമയോടൊപ്പം ആ സൈന്യം പോകുന്ന ഒരു കാഴ്ചയാണ്. എന്ന് മാത്രമല്ല, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അവരെ യാത്രയാക്കാൻ വേണ്ടി നടന്നു പോവുകയാണ് അവരുടെ ഒപ്പം. അങ്ങനെ ഒരു വഴിയാത്രയിൽ ഒരിടത്തെത്തിയപ്പോൾ അബൂബക്കർ റളിയല്ലാഹു അൻഹു അവരൊക്കെ നിർത്തിയിട്ട് അഡ്രസ് ചെയ്യുന്നുണ്ട്. 10 കൽപ്പനകൾ ആ സൈന്യത്തിന് കൊടുക്കുന്നുണ്ട്. ഇസ്ലാമിലെ യുദ്ധമര്യാദകൾ പറയുന്ന ഏറ്റവും പ്രഗത്ഭമായ 10 കൽപ്പനകൾ. നിങ്ങൾ സ്ത്രീകളെ ഉപദ്രവിക്കരുത്, കുട്ടികളെ ഉപദ്രവിക്കരുത്, വൃദ്ധന്മാരെ ഉപദ്രവിക്കരുത്. ഇസ്ലാമിന്റെ ഒരു യുദ്ധത്തിലുള്ള ഏറ്റവും വലിയ തത്വമാണ്. എന്ന് മാത്രമല്ല, അവിടെയുള്ള കൃഷിഭൂമികളൊന്നും നിങ്ങൾ നശിപ്പിക്കരുത്, അവിടെയുള്ള ഈത്തപ്പനകളെ നിങ്ങൾ വെട്ടരുത്, നിങ്ങൾ കരിക്കരുത്. അബൂബക്കർ റളിയല്ലാഹു അൻഹു കൊടുത്ത നിർദ്ദേശമാണ്. നിങ്ങൾക്ക് ആവശ്യമുള്ള മൃഗങ്ങളെ മാത്രമേ അറക്കാവുള്ളൂ, നിങ്ങൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട്. വേറെ ഒന്നിനെയും നിങ്ങൾ അറക്കരുത്, നിങ്ങൾ ആരെയും വഞ്ചിക്കരുത്, ഒരാളുടെ മുതൽ പോലെ നിങ്ങൾ കട്ടെടുക്കരുത് എന്ന് പറയുന്നുണ്ട്. ഇങ്ങനെയുള്ള 10 നിർദ്ദേശങ്ങൾ, യുദ്ധമര്യാദകൾ സൈന്യത്തിന് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഈ ഉസാമ ബിൻ സെയ്ദിനോട് പറയുന്ന ഒരു വർത്തമാനമുണ്ട്, ഉമറിനെ നിങ്ങൾ എന്റെ കൂടെ തരുമോ? ഉമറിനെ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ ഉസാമ സമ്മതിക്കാണ്, എന്നാ ഖലീഫ ഉമർ റളിയല്ലാഹു അൻഹു എടുത്തോളൂ എന്ന് പറയാൻ. അങ്ങനെ ഉമറും അബൂബക്കറും കൂടി തിരിച്ചു പോകുന്നുണ്ട്. കുറച്ച് ദിവസങ്ങൾക്ക്, ഏതാണ്ട് 40 ദിവസം എന്നൊക്കെ പറയുന്ന ഒരു കണക്കാണുള്ളത്. അതിനുശേഷം ഈ ചെറുപ്പക്കാരനായ പയ്യന്റെ കീഴിൽ റോമിനെതിരെ വിജയം നേടിയിട്ട് തിരിച്ച് മദീനയിലേക്ക് ഉസാമയും ടീമും വരുന്ന ഒരു കാഴ്ചയുണ്ട് ഇസ്ലാമിക ചരിത്രത്തിൽ. പ്രിയമുള്ളവരെ, അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞതിനെ ഒരു നിലക്കും അതിലൊരു വിട്ടുവീഴ്ചയും വരുത്താതെ, അതാണല്ലോ നേരത്തെ സക്കാത്തിന്റെ ഇഷ്യൂല് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതിൽ നിന്ന് ഒരു ഇഞ്ച് മാറാൻ ഞാൻ തയ്യാറല്ല എന്നാ പറഞ്ഞു. എന്ന് മാത്രമല്ല, അതിലൊക്കെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഖിലാഫത്ത് ഏറ്റെടുത്ത ഉടനെയുള്ള ഒരു വർത്തമാനമുണ്ട്, ഒരു പ്രസംഗമുണ്ട് അവിടെ അഡ്രസ് ചെയ്തിട്ട്. അതിൽ പറയുന്ന ഒരു വർത്തമാനം ഇങ്ങനെയാണ്, ഞാൻ നിങ്ങളിൽ നിന്നൊരു വ്യതിരിക്തതയോ വ്യത്യസ്തതയോ ഉള്ള ഒരു മനുഷ്യനല്ല. ഞാൻ എങ്ങാനും ചാഞ്ഞോ ചരിഞ്ഞോ പോവുകയാണ് എങ്കിൽ, എന്റെ നിലപാടിൽ എനിക്ക് പിഴവ് സംഭവിക്കുകയാണ് എങ്കിൽ, എന്നെ നേരെയാക്കേണ്ട ബാധ്യതയുള്ള ആളുകളാണ് നിങ്ങൾ. ഏതെങ്കിലും ഒരു ഭരണാധികാരി അവിടെയുള്ള അണികൾക്ക് അടിക്കാൻ വേണ്ടി വടി കൊടുക്കുമോ? അതാണല്ലോ ഇപ്പൊ കണ്ടത്. ഞാൻ വളഞ്ഞു പോകുമ്പോൾ നിങ്ങൾ നേരാക്കേണ്ട ചുമതല നിങ്ങൾക്കാണ് എന്ന് പറയുന്ന അബൂബക്കർ സിദ്ദീഖിനെ നമുക്ക് കാണുവാൻ കഴിയും. പ്രിയമുള്ളവരെ, ഇസ്ലാമിക ചരിത്രത്തിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നിർവഹിച്ച ദൗത്യം വളരെ വലുതായിരുന്നു എന്നുള്ളതാണ്. ഒരു നിലക്കും തുല്യതയില്ലാത്ത വണ്ണം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഖിലാഫത്ത് അങ്ങനെയായിരുന്നു. ആടി ഉലഞ്ഞു പോയിരുന്ന ഇസ്ലാമിക സമാജത്തെ നേരെ നിർത്തുന്നതിൽ വലിയ പങ്ക് വഹിച്ച ഏറ്റവും പ്രഗത്ഭനായ കഴിവുറ്റ ഭരണാധികാരിയായിരുന്നു എന്നുള്ളതാണ്. എന്ന് മാത്രമല്ല, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഇസ്ലാമിക സമാജത്തിന്റെ ഖിലാഫത്ത് ഏറ്റെടുത്തതിന് ശേഷവും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചെയ്തിരുന്ന എല്ലാ പണികളും ചെയ്തിരുന്നു എന്നുള്ളതാണ്.
എന്തൊക്കെ പണിയാണോ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചെയ്തിരുന്നത്, ആ പണിയൊക്കെ ചെയ്തിരുന്നു. ഈ പോരാട്ടങ്ങളൊക്കെ നടന്നിട്ട് കുറച്ചു കാലം സ്വസ്ഥതയില്ലാതിരുന്ന സന്ദർഭത്തിൽ നിന്ന് അവസ്ഥയൊക്കെ മാറി മദീന മുഴുവൻ ഒരു സമാധാനത്തിന്റെ ഒരു അവസ്ഥയിലേക്ക് വന്നപ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മാർക്കറ്റിലേക്ക് പോകുന്നുണ്ട് തന്റെ ബിസിനസ്സിന് വേണ്ടിയിട്ട്. അപ്പൊ ഉമർ റളിയല്ലാഹു അൻഹു തടഞ്ഞിറച്ച് ചോദിക്കുന്നുണ്ട്, നിങ്ങളിത് എവിടെ പോണത്? ഞാനപ്പോ എന്റെ കച്ചവടത്തിന് പോവുകയാണ്. ഉമർ റളിയല്ലാഹു അൻഹു പറയും, നിങ്ങൾ കച്ചവടത്തിന് പോയ പിന്നെ ആരാണ് ഈ ഖിലാഫത്ത് ഇതിവിടെ നടത്തിക്കൊണ്ടിരിക്കാന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, എല്ലാവരുടെയും സമ്മതത്തോടു കൂടി ഖജനാവിൽ നിന്നൊരു ഫണ്ട് നിങ്ങൾക്ക് പാസ്സാക്കി തരാം എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ചെറിയൊരു ഫണ്ട് പാസ്സാക്കിയിട്ട് ആ ഫണ്ടിലാണ് പിന്നീട് ഇവർ ജീവിച്ചിരുന്നത് അവർ. എന്ന് മാത്രമല്ല പ്രിയമുള്ളവരെ, നമ്മൾ അറിയണം, ഈ പൊതുഖജനാവിൽ നിന്ന് സ്വീകരിച്ച ഈ പൈസയ്ക്ക് ബദലായിട്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ വഫാത്തിന്റെ സന്ദർഭത്തിൽ വയ്യാതെ പനി ബാധിച്ചാണ് മരിക്കുന്നത്. വയ്യാതെ കിടക്കുന്ന സന്ദർഭത്തിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, എന്റെ ഇന്ന സ്ഥലം, എനിക്ക് ഇന്ന സ്ഥലത്ത് ഇത്ര ഭൂമിയുണ്ട്, ആ ഭൂമി എനിക്ക് ഖജനാവിൽ നിന്ന് ഞാൻ വാങ്ങിച്ച പൈസക്ക് ബദലായിക്കൊണ്ട് തിരിച്ച് ഞാനിതാ ഖജനാവിലേക്ക് നൽകുകയാണെന്ന് പറഞ്ഞിട്ട് വസിയ്യത്ത് നൽകിയ അള്ളാഹുവിന്റെ റസൂലിന്റെ ഏറ്റവും മഹത്തായ കൂട്ടുകാരൻ. ഇങ്ങനെ ഏറ്റവും മഹത്തരമായ മാതൃക നമുക്ക് മുമ്പിൽ കാണിച്ച സഹാബിവര്യനായിരുന്നു, ഖലീഫയായിരുന്നു അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എന്നുള്ളത്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഏറ്റവും പ്രഗൽഭമായ നേട്ടങ്ങളിൽ ഒന്നാണ് ഖുർആൻ ക്രോഡീകരണം എന്നുള്ളത്. ഖുർആൻ ക്രോഡീകരിക്കുക എന്നുള്ളത്. യമാമ യുദ്ധത്തിൽ, ഞാൻ നേരത്തെ പറഞ്ഞ മുസൈലമത്തുൽ കദ്ദാബുമായിട്ടുള്ള യുദ്ധത്തിൽ പല പ്രഗൽഭരായ സഹാബാക്കളും മരണപ്പെട്ടു, ഷഹീദായി. എന്ന് മാത്രമല്ല അതിൽ ഖുർആൻ പഠിച്ച ധാരാളം ആളുകൾ ഷഹീദായി. ഉമർ റളിയല്ലാഹു അൻഹു വന്നിട്ട് യുദ്ധത്തിന് ശേഷം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് പറയുന്നുണ്ട്, ഖലീഫ, പല ഹാഫിളുകളും ഷഹീദായി. അപ്പൊ ഇനിയും പോരാട്ടങ്ങൾ ഉണ്ടാവും, പക്ഷെ ഹാഫിളുകൾ ഷഹീദായാൽ സംഭവിക്കുക ഖുർആൻ ഇല്ലാതായി പോകും. ഖുർആൻ നമുക്ക് സംരക്ഷിക്കാൻ കഴിയില്ല, അതുകൊണ്ട് ഇത് ക്രോഡീകരിക്കണം എന്ന് പറയുന്നുണ്ട്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തിരിച്ചു ചോദിക്കുകയാണ്, അള്ളാഹുവിന്റെ പ്രവാചകൻ ചെയ്യാത്തൊരു കാര്യം എങ്ങനെയാണ് ഞാൻ ചെയ്യുക? വീണ്ടും അപ്പൊ ഇതിന്റെ ആവശ്യകതയെ കുറിച്ച് ഇങ്ങനെ ഉമർ റളിയല്ലാഹു അൻഹു ഇങ്ങനെ സംസാരിച്ച് അവസാനം ഇത് ബോധ്യപ്പെട്ട് കഴിഞ്ഞ സന്ദർഭത്തിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സെയ്ദ് ബിൻ സാബിത്തിനെ വിളിച്ചു വരുത്തുന്നു. സെയ്ദ് ബിൻ സാബിത്തായിരുന്നു അള്ളാഹുവിന്റെ റസൂലിനെ വിശുദ്ധ ഖുർആൻ അവതരിച്ചു കഴിഞ്ഞാൽ സെയ്ദ് ബിൻ സാബിത്തായിരുന്നു എല്ലാം രേഖപ്പെടുത്തി വെച്ചിരുന്നത്. സെയ്ദ് റളിയല്ലാഹു അൻഹു വന്നപ്പോ സെയ്ദിനോട് കാര്യം പറയും. സെയ്ദ് റളിയല്ലാഹു അൻഹു കാര്യം പറഞ്ഞ ശേഷം സെയ്ദ് റളിയല്ലാഹു അൻഹു പറയാണ്, ഇതെങ്ങനെയാണ് സാധ്യമാവുക? അള്ളാഹുവിന്റെ റസൂൽ ചെയ്തിട്ടില്ലല്ലോ എന്ന് പറയാണ്. അപ്പൊ ഇതിന്റെ ആവശ്യകത ബോധ്യപ്പെടുത്തിയപ്പോൾ സെയ്ദ് റളിയല്ലാഹു അൻഹു പിന്നീട് പറയുന്നുണ്ട്, ഒരു മലയെടുത്ത് മാറ്റാൻ എന്നോട് പറഞ്ഞാൽ എനിക്ക് വളരെ എളുപ്പമായിരുന്നു, പക്ഷേ വിശുദ്ധ ഖുർആൻ ക്രോഡീകരിക്കുക എന്ന് പറയുന്ന പണി അത് ഏറ്റവും വലിയ ഉത്തരവാദിത്തമായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെ വിശുദ്ധ ഖുർആൻ ക്രോഡീകരിച്ചു എന്നതിനെ കുറിച്ച് ചരിത്രത്തിൽ രേഖപ്പെടുത്തുന്നുണ്ട്. ആ ക്രോഡീകരണം നടക്കുന്നത് പല ഈന്തപ്പന മടലുകളിൽ നിന്നും അതുപോലെ തന്നെ കല്ലുകളിലും അതുപോലെ തന്നെ ഹാഫിളായ ആളുകളെയൊക്കെ വിളിച്ചിരുത്തിയിട്ടൊക്കെയാണ് എന്ത് ചെയ്യുന്നത്, അവിടെ രേഖപ്പെടുത്തി അതുപോലെ തന്നെ ഹാഫിളുകളായ സഹാബാക്കളുടെ പിന്നെ അവരുടെ ഹിഫ്ളിൽ നിന്നും കൂടിയുള്ള രേഖപ്പെടുത്തലുകൾ ഉണ്ടായിട്ടാണ് വിശുദ്ധ ഖുർആൻ ക്രോഡീകരിക്കപ്പെടുന്നത്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് പഠിക്കുന്ന സന്ദർഭത്തിൽ ഏറ്റവും ഔദാര്യവാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നമുക്ക് കാണാൻ കഴിയും. എന്ന് മാത്രമല്ല വിശ്വാസത്തിൽ ഒരടി പിന്നോട്ട് പോവാത്ത അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നമുക്ക് കാണുവാൻ കഴിയും. എല്ലാം ഇസ്ലാമിന് വേണ്ടി സമർപ്പിക്കുന്ന അബൂബക്കർ സിദ്ദീഖിനെ നമുക്ക് കാണുവാൻ കഴിയും. വിശ്വാസത്തിന്റെ പേരിൽ യാതൊരുവിധ കോംപ്രമൈസും ഇല്ലാത്ത, ഇസ്രാ മിറാജിനെ കുറിച്ച് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു, യാതൊരുവിധ കോംപ്രമൈസും ഇല്ലാത്ത അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ കാണുവാൻ കഴിയും. ധാരാളം മാതൃകകൾ നമുക്ക് മുമ്പിൽ വെച്ചിട്ടാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അള്ളാഹുവിലേക്ക് യാത്രയാവുന്നത്. എന്തിനാണ് പ്രിയമുള്ളവരെ നമ്മളിങ്ങനെ ഇസ്ലാമിക ചരിത്രം പഠിക്കുന്നത്? വിശുദ്ധ ഖുർആൻ തന്നെ സൂചിപ്പിക്കുകയാണ്, ലഖദ് കാന ഫീ ഖസസിഹി ഇബ്റത്തുൻ ലിഉലിൽ അൽബാബ്. യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാമയുടെ ചരിത്രം പറഞ്ഞിട്ട് വിശുദ്ധ ഖുർആൻ പറയാണ്, നിങ്ങൾ ഈ ചരിത്രങ്ങളൊക്കെ പഠിക്കുന്നത്, വിശുദ്ധ ഖുർആനിൽ കുറെ ചരിത്രം ഉണ്ടല്ലോ, മുൻകഴിഞ്ഞ പ്രവാചകന്മാരെ കുറിച്ചിട്ട്, മുൻപുണ്ടായിരുന്ന സമുദായങ്ങളെ കുറിച്ചിട്ട് അവരുടെ ചരിത്രം പറയുന്നത് 1/3 വിശുദ്ധ ഖുർആൻ പറയുന്നത് അതിനു വേണ്ടിയിട്ടാണെന്ന് പറയുന്നത്. ഇതെന്തിനാണ് പഠിപ്പിക്കുന്നത് എന്ന് വെച്ചാൽ വിശുദ്ധ ഖുർആൻ പറയാൻ ലഖദ് കാന ഫീ ഖസസിഹി ഇബ്റത്തുൻ ലിഉലിൽ അൽബാബ്, ഇതിലൊക്കെ നിങ്ങൾക്ക് ഗുണപാഠമുണ്ട് എന്നാണ് പറയുന്നത്. അങ്ങനെ പ്രിയമുള്ളവരെ, പ്രവാചകന്മാരുടെ സ്വഹാബാക്കളെ പഠിക്കുകയും വായിക്കുകയും ചെയ്യുവാൻ, അവരുടെ ജീവിതത്തിൽ നിന്ന് ഗുണപാഠം ഉൾക്കൊള്ളുവാൻ നമുക്ക് ഏവർക്കും സാധിക്കേണ്ടതുണ്ട്. റബ്ബ് സുബ്ഹാനഹു വ തആല അതിനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. കേട്ടതിലും പറഞ്ഞതിലുമുള്ള നന്മകൾ സ്വീകരിക്കുവാനുള്ള തൗഫീക്ക് റബ്ബ് നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ.
വാഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.